നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നമ്മുടെ നല്ലതാണ് അവിടെ പറയുന്ന വാക്ക് ഒന്നുകൂടെ പ്രസക്തമാണ്. പ്രാർത്ഥനയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് ആണ്. നിങ്ങൾ അങ്ങനെ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ, മോശം ദാനങ്ങളെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. എങ്ങനെയുള്ള ദാനങ്ങളെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ? നല്ല ദാനങ്ങൾ. മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? ഇല്ല. മകൻ മീനെ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? ഇല്ല. മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? ഇല്ല. കാര്യം അവൻ ചോദിക്കുന്ന കാര്യങ്ങൾ എന്താണ്? മോശപ്പെട്ട നിലയിൽ കൊടുക്കാൻ നിങ്ങളുടെ പിതാവിന് നിങ്ങൾ ഒരിക്കലും ചെയ്യത്തില്ല. നിങ്ങളുടെ മക്കൾക്ക് ഉപദ്രവം ഉണ്ടാകുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യത്തില്ല. നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യത്തുള്ളൂ. ഇതിന്റെ മറുവശം, മകൻ കല്ല് ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? മകൻ പാമ്പിനെ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മകൻ തേളിനെ ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? കൊടുക്കും. ഏതെങ്കിലും അപ്പം പറയുമോ, അവൻ ആ തേളിനെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഞാൻ ചിന്തിച്ചു ഇന്നാ പിടിച്ചോടാന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു എന്ന് പറയുമോ? അവൻ പാമ്പിനെ കണ്ടപ്പോൾ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എന്നാ നീ പിടിച്ചോളാൻ പറഞ്ഞൊരു പാമ്പിനെ കൊടുത്തെന്ന് പറയുമോ? ഇല്ല. എന്തുകൊണ്ട് പറയത്തില്ല? ചിലപ്പോൾ ചെറുക്കൻ ചോദിച്ചെന്നിരിക്കും പാമ്പിനെ. കൊച്ചിന് ചിലപ്പോൾ പാമ്പിനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം. അവനെന്ത് ചെയ്തേക്കും? ഇല്ലേ, പാമ്പിനെ ചോദിച്ചേക്കും. പാമ്പിനെയൊക്കെ കയറി പിടിക്കുന്ന പിള്ളേരൊക്കെ ഇല്ലേ, പാമ്പിനെ കയറി പിടിച്ചെന്നിരിക്കും. തേളിനെ കണ്ടപ്പോൾ അതിനോടുള്ള ഒരു മോഹം കൊണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും ചോദിക്കുന്നത് ദൈവം തരാത്ത എന്നാന്നറിയാമോ? നമ്മൾ ചോദിക്കുന്നത് തേളും പാമ്പും ഒക്കെ ആയതുകൊണ്ടാണ്. നമ്മൾ ചോദിക്കുന്നതെല്ലാം ദൈവം തന്നായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ എപ്പോഴേ നരകത്തിൽ പോയി കഴിഞ്ഞേ. കാര്യം ദൈവം എന്താ ചെയ്യത്തുള്ളൂ? നല്ല ദാനങ്ങളെ മാത്രമേ കൊടുക്കത്തുള്ളൂ. ഭൂമിയിലെ ഒരപ്പൻ മക്കൾക്ക് നല്ല ദാനങ്ങളെ മാത്രമേ കൊടുക്കത്തുള്ളൂ എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നല്ലതല്ലാത്ത ഒന്നും നമുക്ക് നൽകയില്ല എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ്. ദൈവത്തെക്കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡ് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ സഹായിക്കാതിരിക്കാൻ നോക്കുന്നൊരു ദൈവമല്ല, വല്ല വിധേനയും നമ്മളെ സഹായിക്കാൻ. നമ്മൾ ചോദിക്കുന്നതെല്ലാം തരാനിരിക്കുന്ന ദൈവമല്ല, നമുക്ക് നല്ലതെന്താണെന്ന് മനസ്സിലാക്കി തരുന്നവനായ ഒരു ദൈവം. കണ്ടോ, ദൈവത്തെക്കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡിന്റെ ഡിഫറൻസ് മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറയും? കർത്താവേ, ഞാൻ അറിയാതെ പാമ്പിനെ ചോദിച്ചു പോയി, നീ തരാത്തതിനായി ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ചോദിക്കുന്നത് പലതും പാമ്പും തേളും ഒക്കെയാണ്. നമുക്കറിയത്തില്ല. നമ്മൾ അറിവില്ലാത്തവരായ, ഭാവിയെക്കുറിച്ച് ബോധ്യമില്ലാത്തവരായ സാധാരണക്കാരായ ആളുകളാണ്. മെനി ടൈംസ് വി ഫെയിൽ, ബട്ട് വാട്ട് ഈസ് നീഡഡ് ഇസ് വാട്ട് we need to have an understanding of God. ദൈവത്തെക്കുറിച്ചുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടാകണം. എന്താണ് ബോധ്യം? എൻ്റെ ദൈവം എനിക്ക് ദോഷമായ ഒരു കാര്യവും ചെയ്യത്തില്ല. ഒരു പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്നത് ദോഷമായ കാര്യമായിരിക്കും, എന്നാലും കർത്താവ് എനിക്ക് തരത്തില്ല. ഞാൻ തേളിനെ ചോദിച്ചാൽ പോലും എനിക്ക് തേളിനെ തരാത്തവനായ ഒരു ദൈവം. ഞാൻ പാമ്പിനെ ചോദിച്ചാലും എനിക്ക് പാമ്പിനെ തരാത്തവനായ ഒരു ദൈവം. ഹല്ലേലൂയ. ദൈവത്തെക്കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡ് ആണ് നമ്മളുടെ പ്രാർത്ഥനയെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഹിൻഡ്രൻസ് ആയിട്ട് നിൽക്കുന്നത്. പല സമയത്തും നമ്മൾ പ്രാർത്ഥിക്കാതെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല, ദൈവം അങ്ങനൊന്നും കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ ചിന്തിക്കുന്ന പോലെ, അല്ലെങ്കിൽ അതൊക്കെ ചിലർക്ക് മാത്രമേ ദൈവം കൊടുക്കത്തുള്ളൂ എന്ന് ചിന്തിക്കുന്നത്. ചിലപ്പോഴേ പല സമയത്ത് ഈ ആത്മീക വരങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാത്തതിന്റെ കാര്യം എന്നറിയാമോ? അതൊന്നും എനിക്കുള്ളതല്ല എന്നുള്ള ചിന്തയാണ്. പലപ്പോഴും ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ എന്താ പ്രാർത്ഥിക്കാത്തത്? ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നും ഇല്ല, ദൈവം ജനറസ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. പല സമയത്തും ആത്മീക സൗഹൃദത്തിന് വേണ്ടി മെനി ഓഫ് ദ തിങ്സ് വി ഫെയിൽ ടു പ്രേ. യു നോ വൈ? നമ്മൾ പലപ്പോഴും അത് ദൈവം നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നുവെന്ന് അല്ലെങ്കിൽ നമുക്ക് തരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ചില ആളുകൾ പറയാറുണ്ട്, എൻ്റെയൊക്കെ സ്വഭാവം, എൻ്റെയൊക്കെ ഇതനുസരിച്ച് ഞാനൊക്കെ പ്രാർത്ഥിച്ച ഒന്നും ദൈവം കേൾക്കത്തൊന്നുമില്ല, ഇല്ലേ? അങ്ങനൊരു പേടിയുള്ളത് നല്ലതാണെങ്കിലും യാഥാർത്ഥ്യം അതല്ല. പേടിയുള്ളത് നല്ലതാണ്, പക്ഷേ യാഥാർത്ഥ്യം അതല്ല. എന്ത്? മൈ ഗാഡ് വിൽ ഹിയർ മൈ പ്രേയേഴ്സ്. എൻ്റെ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കും എന്നുള്ളതായ ബോധ്യം. ഇനി അടുത്തതായിട്ട് അനദർ ഹിൻഡ്രൻസ് ഈസ് ഡിസോണസ്റ്റി. ഡിസോണസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ഓണസ്റ്റായിട്ട് പറയാത്തതാണ് പ്രാർത്ഥനയുടെ ഒരു തടസ്സം. മാർട്ടിൻ ലൂതർ പറഞ്ഞൊരു വാചകമുണ്ട്, ദ ഫസ്റ്റ് ലോ ഓഫ് പ്രയർ ഈസ്, പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒന്നാമത്തെ നിയമം, ഡോണ്ട് ലൈ ടു ഗാഡ്. ദൈവത്തോട് കള്ളം പറയരുത്.
അപ്പൊ നമ്മൾ ദൈവത്തിന് കള്ളം പറയുമോ? യെസ്, മെനി ടൈംസ്. എന്താ കള്ളം? ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവേ എന്നെ മാറ്റണമേ എന്ന് നമ്മൾ പറയും. പക്ഷെ മാറ്റത്തിന് നമ്മൾ തയ്യാറല്ല. കർത്താവേ എന്നെ പണിയണമേ എന്ന് പറയും. പക്ഷേ പണിയാൻ ഉളിയും കൊണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഓടും. കർത്താവേ എന്നെ ചെത്തണമേ എന്ന് പറയും. പക്ഷേ ചെത്താൻ കത്രികം കൊണ്ട് വരുമ്പോൾ നമ്മൾ പറയും, അയ്യോ എന്നെ ഉപദ്രവിക്കരുതെന്ന് പറയും. നമ്മളുടെ പല പ്രാർത്ഥനകളും ജെനുവിൻ അല്ല. ഡിസോണസ്റ്റി, ദിസ് ഈസ് എ റിയൽ ഹിൻഡ്രൻസ് ടു പ്രയർ. പ്രാർത്ഥനയ്ക്കുള്ള വലിയ തടസ്സത്തിലൊന്നാണ് എന്ത്? ഡിസോണസ്റ്റി എന്ന് പറയുന്നത്. നമ്മളൊരു ചേഞ്ചിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ബി റെഡി ഫോർ എ ചേഞ്ച്. കർത്താവെ എന്നെ ചേഞ്ച് ചെയ്യണമേ, കർത്താവെ എന്നെ രൂപാന്തരപ്പെടുത്തണമേ, എന്നെ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പണിയണമേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായും അതിന് തയ്യാറുള്ളവരായിരിക്കണം. അല്ലെങ്കിൽ പറഞ്ഞിട്ട് അർത്ഥമൊന്നുമില്ല. നോക്കുക, ആ സമയം നമുക്ക് പ്രാർത്ഥനയുടെ ഒരു വലിയ ഹിൻഡ്രൻസ് ആണ്. അത് കിട്ടണമെങ്കിൽ നമുക്ക് ഡിസിപ്ലിൻ വേണം. അടുത്തെന്താണ്? ഡിസിപ്ലിൻ വേണം. ബട്ട് ദ സെക്കൻഡ് തിങ്, രണ്ടാമത്തെ കാര്യം, ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അതിന്റെ കാര്യമാണ്. ഫീലിങ്സ് നമ്മുടെ തോന്നലുകൾക്കനുസരിച്ചല്ല പ്രാർത്ഥിക്കേണ്ടത്. എന്താണ്? നമ്മുടെ വൊളീഷന്റെ തലത്തിൽ നമ്മൾ തീരുമാനമെടുക്കണം. പലപ്പോഴും നമ്മൾ ഫീലിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യുന്നു. അടുത്തത് വ്യൂ ഓഫ് ഗോഡ്, ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട്. ദൈവം സഹായിക്കാതിരിക്കുന്ന ഒരു ദൈവമെന്നല്ല, ദൈവം സഹായിക്കാൻ നോക്കിയിരിക്കുന്നവനായ ഒരു ദൈവം എന്ന നിലയിലാണ് നമ്മൾ കാണേണ്ടത്. അടുത്തത് ഡിസോണസ്റ്റി, നമ്മൾ ചേഞ്ചിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ചേഞ്ചിന് വേണ്ടി നമ്മൾ തയ്യാറായിരിക്കണം. അടുത്ത കാര്യം വെയ്ഗായിട്ടാണ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത്. ഒരു ഫോക്കസ്ഡ് അല്ല നമ്മുടെ പല പ്രാർത്ഥനയും. അത് പല സമയത്തും നമുക്ക് ഒരു പ്രയോജനം ഉണ്ടാകാത്ത നിലയിലുള്ള വെയ്ഗായിട്ടുള്ള പ്രാർത്ഥന, അത് പ്രാർത്ഥനയുടെ വലിയൊരു തടസ്സമാണ്. നമ്മൾ പലപ്പോഴും കർത്താവെ എന്നെ മാറ്റണേ എന്ന് പറയുമ്പോൾ, കർത്താവെ എൻ്റെ ഏത് സാഹചര്യം, ഏത് കാര്യത്തെ മാറ്റണമെന്ന് നമ്മൾ പറയുന്നില്ല. കർത്താവെ ഞാൻ പല പ്രാവശ്യം തെറ്റിപ്പോയി, അതുകൊണ്ട് എന്നെ തെറ്റുകളിൽ നിന്നൊക്കെ വിടുവിക്കണമേ. പക്ഷെ എവിടെയാ തെറ്റിപ്പോയെന്നുള്ളത് നമ്മൾ പറയത്തില്ല, നമ്മൾ സംസാരിക്കത്തില്ല. നമ്മൾ കർത്താവിനോട് എന്താണ് ഫോക്കസ്ഡ് ആയിട്ട് സംസാരിക്കത്തില്ല. കർത്താവിനോട് നമ്മൾ പറയുമ്പോഴത്തേക്ക്, കർത്താവെ ഇന്ന കാര്യത്തിൽ ഇന്ന വാക്ക് ഞാൻ പറഞ്ഞത്, ഞാൻ നിനക്ക് യോജിക്കാത്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഞാനത് റിഗ്രറ്റ് ചെയ്യുന്നു. വെയ്ഗല്ല പ്രാർത്ഥന, സ്പെസിഫിക് ആയിരിക്കണം. കർത്താവിനൊരു കാര്യത്തെക്കുറിച്ച് ക്ഷമ ചോദിക്കുമ്പോഴും, കർത്താവെ, ചിലപ്പോൾ ആളുകൾ പറയുമല്ലോ, കർത്താവെ മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ പോക്കി എന്നെ ശുദ്ധീകരിക്കണമേ. തെളിഞ്ഞിരിക്കുന്ന 100 എണ്ണം ഉണ്ട്, മിണ്ടത്തില്ല. മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ, കർത്താവെ ഞാൻ എന്തെങ്കിലും അറിയാതെ എൻ്റെ വാക്കിലോ നോട്ടത്തിലോ പ്രവൃത്തിയിലോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇല്ലയോ, നമുക്കറിയത്തില്ലയോ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത്. വെയ്ഗായിട്ടുള്ള പ്രാർത്ഥന കൊണ്ട് ഒരു കാര്യവുമില്ല. യു നീഡ് ടു ബി സ്പെസിഫിക്. കർത്താവെ ഇന്ന കാര്യത്തിൽ എനിക്ക് പാളിച്ച പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ ഇന്ന ഭാഗത്ത് വീണുപോയി. വെയ്ഗായിട്ടുള്ള പ്രാർത്ഥന കൊണ്ട് ഒരിക്കലും നമുക്കൊരു ചേഞ്ച് ഉണ്ടാകത്തില്ല. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നാളെ അത് തന്നെ ചെയ്യും, അത്രയേ ഉള്ളൂ. യാതൊരു വ്യത്യാസം ഉണ്ടാകത്തില്ല. വ്യത്യാസം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ഫോക്കസ്ഡ് ആയിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം. മറ്റുള്ള ഇത് നമ്മളുടെ പേഴ്സണൽ പ്രയറിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി ഈവൻ അതർവൈസ്, കർത്താവെ നോർത്ത് ഇന്ത്യയെ അനുഗ്രഹിക്കണേ കർത്താവെ എന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല. നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഷ്യനാണ്. അതിന് നിങ്ങൾ ആരെക്കുറിച്ചാണ് പ്രാർത്ഥിക്കുന്നത്? ഏത് സ്ഥലത്തെക്കുറിച്ചാ? എന്ത് കാര്യത്തെക്കുറിച്ചാ? ഫോക്കസ്ഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരോട് ഒരു സ്നേഹവും തോന്നത്തില്ല. സപ്പോസ് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ ഉത്തർപ്രദേശിലെ ഇന്ന സ്ഥലത്തിന് വേണ്ടി, അപ്പൊ നിങ്ങൾക്ക് ആ സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം ഉണ്ടായതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ ഫോക്കസ്ഡ് ആണ്. അല്ല ഇന്ന സുവിശേഷം, കർത്താവെ വടക്കേ ഇന്ത്യയിൽ സുവിശേഷം വരെയും എല്ലാവരെയും അനുഗ്രഹിക്കണം. നമ്മുടെ ഈ മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ എന്തൊരു കഷ്ടമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണെന്നറിയാമോ? മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത് തന്നെ പലപ്പോഴും ഒരു ശ്രദ്ധയില്ലാതെ, പാസ്റ്റർ എന്തെങ്കിലുമൊക്കെ പറയും, എന്നിട്ട് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന ഇന്ന കാര്യങ്ങളെല്ലാം ഓർത്തിൻ്റെ സഹോദരൻ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവെ പാസ്റ്റർ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. യാതൊരു അർത്ഥവുമില്ല. ഫോക്കസ്ഡ് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡും നമ്മുടെ ഹാർട്ടും നമ്മളുടെ സ്പിരിറ്റും അതിൻ്റെ കൂടെ ഇല്ല. നമ്മൾ വെയ്ഗ് ആകുമ്പോഴത്തേക്ക് എന്താണ്, വിശാലമായിട്ട് ഇങ്ങനെ നമ്മൾ കാര്യങ്ങൾ പറയുന്നതിനകത്ത് യാതൊരു അർത്ഥമില്ല. നമ്മൾ ഫോക്കസ്ഡ് ആണെങ്കിൽ നമ്മുടെ മൈൻഡ് അതിനകത്തുണ്ട്, നമ്മുടെ ഹാർട്ട് അതിനകത്തുണ്ട്, നമ്മുടെ വികാരങ്ങളുണ്ട്, നമ്മുടെ വേദനകളുണ്ട്, നമ്മുടെ സ്പിരിറ്റ് അതിനകത്തുണ്ട്. അങ്ങനെയുള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രാർത്ഥന ആവശ്യമാണ്. സോ ഹിൻഡ്രൻസ് ടു പ്രയർ, ഫൈനലി ഇറ്റ് ഈസ് വീക്ക്നെസ്. വേറെ ചില കാര്യങ്ങളുണ്ട്, പക്ഷേ ഇത്രയും കാര്യങ്ങൾ പ്രായോഗികമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ ബിബ്ലിക്കലായിട്ട് വേദപുസ്തകത്തിൽ നിന്ന് പ്രാർത്ഥനയ്ക്കുള്ള തടസ്സങ്ങൾ ആയിട്ട് പറയുന്ന ചില കാര്യങ്ങൾ ഞാനൊന്ന് ആദ്യം അതിൻ്റെ വേർഡ്സും അല്ലെങ്കിൽ അതും അതിൻ്റെ റെഫറൻസസും പറയാം. കാര്യം ഒരു പക്ഷേ എല്ലാം വിശദമാക്കാനായിട്ട് എനിക്ക് കഴിയാത്തത് കൊണ്ടാണ്. ഒന്ന്, ഹിൻഡ്രൻസ് ഫോർ പ്രയർ, വിസിബിൾ സിൻസ്, പ്രത്യക്ഷത്തിൽ പാപം ഉള്ള പാപങ്ങൾ
നമ്മുടെ പ്രാർത്ഥനയുടെ തടസ്സമാണ്, അല്ലെങ്കിൽ അതൊരു ഹിൻഡ്രൻസ് ആണ്. അതിന്റെ റെഫറൻസ് യാക്കോബിന്റെ ലേഖനം 5-ാം അതിന്റെ 16-ാം വാക്യം. ഇത് ഞാൻ പിന്നീട് പറയാം. ഇത് എഴുതിയെടുക്കുന്നവർക്ക് വേണ്ടി ഞാൻ പെട്ടെന്ന് പറയാണ്. 1, വിസിബിൾ സിൻസ്. 2, സിൻസ് ഓഫ് അവർ ഹാർട്ട്, ഹൃദയത്തിൽ ഉള്ള പാപം. അതിന്റെ റെഫറൻസ് സങ്കീർത്തനം 66-18. മൂന്നാമത്തത് സിൻസ് ഓഫ് അവർ ഇന്നർ ബീയിങ്, എന്റെ അന്തർഭാഗത്തിലെ പാപങ്ങൾ. സങ്കീർത്തനം 26-2. അടുത്തത് എ ഹാർട്ട് വിത്ത് പാഷൻസ്, ഭോഗേച്ഛകളിൽ ചെലവിടേണ്ടതിന് മനസ്സ് കൊടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ സ്വാർത്ഥമായ മോഹങ്ങൾ വെച്ച് പുലർത്തുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 1 മുതൽ 5 വരെ. 5-ാമത്തേത് എ ഡൗട്ട്ഫുൾ ഹാർട്ട്, സംശയിക്കുന്നതായ ഒരു ഹൃദയത്തിന്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നില്ല. മർക്കോസിന്റെ സുവിശേഷം 11-20 മുതൽ 24 വരെ. അതിനോട് ചേർന്ന് പഠിക്കാനായിട്ട് റോമർ 14-23, എബ്രായർ 11-6, യാക്കോബ് 1-5 മുതൽ 8 വരെ. എ ഡൗട്ട്ഫുൾ ഹാർട്ട്. 6-ാമത്തേത് എ ഡിസൊബീഡിയന്റ് ഹാർട്ട്, അനുസരിക്കാത്ത, അനുസരണ മനോഭാവമില്ലാത്ത ഒരു ഹൃദയത്തിലെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നില്ല. 1 യോഹന്നാൻ 3-21 മുതൽ 22 വരെ. അടുത്തത് 7-ാമത്തേത് an unforgiving spirit, ക്ഷമിക്കുവാൻ മനസ്സില്ലാത്ത ഒരു വ്യക്തിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. മർക്കോസിന്റെ സുവിശേഷം 11-24-25, മത്തായിയുടെ സുവിശേഷം 18-23 മുതൽ കൊലോസിയർ 3-13, മത്തായിയുടെ സുവിശേഷം 6-12 മുതൽ 15 വരെ. അടുത്തത് പ്രേയിങ് ഔട്ട്സൈഡ് ദ വിൽ ഓഫ് ഗാഡ്, ദൈവഹിതത്തിന് പുറത്തുള്ള പ്രാർത്ഥനകൾ. 1 യോഹന്നാൻ 5-19, യാക്കോബ് 4-3, 1 യോഹന്നാൻ 5-14, റോമർ 8-26-27, യോഹന്നാൻ 6-38, എബ്രായർ 10-7. അടുത്തത് ഡിസ്റ്റോർട്ടഡ് ഡിലൈറ്റ്സ്, നമ്മളുടെ യഹോവയെ തന്നെ രസിച്ചുകൊള്ളുക എന്ന് പറയുന്ന നമ്മുടെ ദൈവത്തിലുള്ള ആ രസം അത് മാറി ലൗകികമായ കാര്യങ്ങളിലേക്ക് നമ്മളുടെ ഡിലൈറ്റ്സ് ഡിസ്റ്റോർട്ടഡ് ആവുകയാണെങ്കിൽ ദൈവത്തിന്റെ സന്നിധി നമ്മുടെ പ്രാർത്ഥന കേൾക്കാനുള്ള സാധ്യത കുറവാണ്. സങ്കീർത്തനം 37-4. അടുത്തത് ആൻ അൺസൗണ്ട് മാരിറ്റൽ റിലേഷൻഷിപ്പ്, വിവാഹ ജീവിതത്തിലെ പാളിച്ചകൾ പ്രാർത്ഥനയ്ക്ക് ഒരു ഹിൻഡ്രൻസ് ആണ്. 1 പത്രോസ് 3-7. അടുത്തതായിട്ട് പവേഴ്സ് ഓഫ് ഡാർക്ക്നെസ്, അന്ധകാരത്തിന്റെ ശക്തികൾ. ദാനിയേൽ 10-12 മുതൽ 13 വരെ, എഫേസ്യർ 6-11 മുതൽ 12, യാക്കോബ് 4-7, എഫേസ്യർ 4-27. ഒരുപക്ഷെ എല്ലാം പറയാൻ സമയം കിട്ടിയില്ലെങ്കിലെന്ന് വെച്ചുകൊണ്ടാണ് ഞാൻ ഈ റെഫറൻസസ് പെട്ടെന്ന് പറഞ്ഞത്. ഒന്നാമത്തേലേക്ക് വരാം. നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സം നിൽക്കുന്നതായ അല്ലെങ്കിൽ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയുടെ കാരണങ്ങൾ. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഉത്തരം കിട്ടുന്നില്ലെന്ന് പറയും. പക്ഷെ അതിന്റെ കാരണങ്ങൾ എന്താണ് എന്നുള്ളത് പഠിക്കുമ്പോൾ ഒന്നാമത് നമ്മൾ കാണുന്നത് യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം നോക്കുക. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. അപ്പോൾ രോഗിയായി കിടക്കുകയാണെങ്കിൽ മൂപ്പന്മാരെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കണം. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്താ അതിന്റെ അർത്ഥം? പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് രോഗം വരാം, പാപം ചെയ്തില്ലെങ്കിലും രോഗം വരാം. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു, അവന്റെ പാപത്തെ ദൈവം ക്ഷമിക്കുമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അങ്ങനല്ല ഇവിടെ പറയുന്നത്. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. അപ്പോൾ മൂപ്പന്മാർ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ പാപത്തെക്കുറിച്ച് ബോധ്യമുണ്ടായി ദൈവസന്നിധിയിൽ എൻ്റെ പാപത്തെ ഏറ്റുപറയുമ്പോൾ ദൈവം എൻ്റെ പാപങ്ങളെ ക്ഷമിക്കുകയും എൻ്റെ രോഗം സൗഖ്യമാക്കുകയും ചെയ്യും. അപ്പോൾ എൻ്റെ പ്രത്യക്ഷമായ പാപം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നു. പക്ഷെ അടുത്ത ഭാഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് രോഗശാന്തി ഉണ്ടാകേണ്ടതിന് ഓരോരുത്തൻ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കട്ടെ. എന്താ അതിൻ്റെ അർത്ഥം? എൻ്റെ സഭയിൽ ഒരാൾക്ക് രോഗമുണ്ടാകുമ്പോൾ അത് എൻ്റെ സഭയിലെ രോഗിയുടെ പാപം കൊണ്ട് മാത്രമായിരിക്കണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ എൻ്റെ പാപം കൊണ്ടുകൂടെ ആയിരിക്കാം. ഇനി പ്രാർത്ഥിക്കാൻ ചെന്നവരാ അന്യോന്യം പാപങ്ങളെ ഏറ്റുപറയുന്നത്. അപ്പൊ പ്രാർത്ഥിക്കാൻ ചെന്നവർ അന്യോന്യം പാപങ്ങൾ ഏറ്റുപറയണമെങ്കിൽ പ്രത്യക്ഷത്തിൽ അറിയാവുന്ന പാപങ്ങൾ അന്യോന്യം ഏറ്റുപറയുന്നു. അപ്പൊ പ്രത്യക്ഷമായ പാപങ്ങൾ ഉണ്ടെങ്കിൽ, എൻ്റെ സഭയിൽ പ്രത്യക്ഷമായ പാപങ്ങൾ ഉണ്ടെങ്കിൽ, സഭയുടെ ഉന്നമനത്തിനും സഭയിലെ സകല വ്യക്തികളുടെയും വിടുതലിനുമായിട്ട് ഞാൻ എന്ത് ചെയ്യണം?
എന്റെ പ്രത്യക്ഷ പാപങ്ങൾ പ്രത്യക്ഷമായി തന്നെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ഏറ്റുപറഞ്ഞാൽ മാത്രം പോരാ. നമുക്കൊക്കെ ഒരു വലിയൊരു പ്രശ്നമുള്ളത്, നമ്മുടെ ഒരു ചിന്ത മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട്, പാപം ചെയ്താൽ കുഴപ്പമില്ല, ഏറ്റുപറഞ്ഞാൽ മതിയെന്ന്. അങ്ങനെ എല്ലാ ദിവസവും വൈകുന്നേരം ഏറ്റുപറയുന്നവരുണ്ട്. പിറ്റേ ദിവസം ചെയ്യാൻ വേണ്ടി അല്ലാതെ നമുക്കറിയാം നാളെ ഇത് ചെയ്യുമെന്നറിയാം. പക്ഷേ വേദവസം അങ്ങനല്ല പറയുന്നത്. വേദവസം പറയുന്നത് തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഏറ്റുപറയുന്നവനല്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന്. അപ്പം വെറുതെ ഏറ്റുപറഞ്ഞാൽ പോരാ, എന്ത് വേണം? ഉപേക്ഷിക്കണം. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. അപ്പോൾ പ്രത്യക്ഷമായ പാപങ്ങൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കാനുള്ള കാരണമാണ് എന്നാണ് ഇവിടെ കാണുന്നത്. നമ്മുടെ സഭയിലെ വ്യക്തികൾ വ്യക്തിപരമായിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ആരോടെങ്കിലും നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് പ്രത്യക്ഷത്തിൽ തന്നെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ടത് ആവശ്യമാണ്. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോ, യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോ, നന്ദി കൊണ്ടെൻ മനം പാടിയിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. നന്ദി കൊണ്ടെൻ മനം പാടിയിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. അന്നു ഞാൻ അന്യനായ നാഥന, എന്നാൽ ഇന്നു ഞാൻ ധന്യനായി. അന്നു ഞാൻ അന്യനായ നാഥന, എന്നാൽ ഇന്നു ഞാൻ ധന്യനായി. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ.
യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു.